കണ്ണൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ഫണ്ട് തട്ടിപ്പിനെതിരെ കണ്ണൂരിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിന് നേരെയുണ്ടായ ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. സ്പീക്കറുടെ മുഖം മറച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. ഇന്ന് രാവിലെ നിയമസഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞു. ആ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസത്തെ നിലപാടുകളിൽ നിന്നുള്ള മാറ്റമാണ് നമ്മൾ ഇന്ന് രാവിലെ സഭയിൽ കണ്ടത്. അതായത് ഇനി മന്ത്രി വി എൻ വാസവന്റെ രാജി ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിലപാടെങ്കിൽ ഇന്നത് നിയമസഭാ കവാടത്തിന് മുന്നിലുള്ള രണ്ട് പ്രതിപക്ഷ MLA-മാരുടെ സമരത്തിലേക്ക് UDF കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ CR മഹേഷും നജീബ് കാന്തപുരവും UDF പ്രതിനിധികളായി നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സഭാ നടപടികളോട് സഹകരിക്കുകയുണ്ടായി. എന്നാൽ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച വിഷയവും സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തി, UDF ശ്രമം നടത്തി. പക്ഷേ അതിന് പ്രാഥമികമായി സജീവ് ജോസഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത നിലപാടാണ് സ്പീക്കർ സഭയിൽ സ്വീകരിച്ചത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാനാകില്ല എന്നുള്ള സ്പീക്കർ നിലപാട് സ്വീകരിച്ചപ്പോൾ ഏത് സാഹചര്യത്തിൽ അനുമതി നിഷേധിക്കുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് സഭയിൽ എഴുന്നേറ്റ് നിന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണത്തിനിടയിലും സഭയിൽ ഇപ്പോഴും നടപടികൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് സഭാ ബഹിഷ്കരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പയ്യന്നൂരിലെ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ അതിനുശേഷം അതിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള മൃഗീയമായ ആക്രമണങ്ങൾ, കൊലവിളി പ്രസംഗങ്ങൾ, ഇതൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ സഭയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ സ്പീക്കറാകട്ടെ CPM പ്രതിരോധത്തിലാക്കുന്ന ഏത് വിഷയം വരുമ്പോഴും അത് സഭയിൽ ചർച്ച അനുവദിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇല്ലാത്ത ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായി തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന പ്രമേയ നോട്ടീസിന് പോലും അനുമതി നിഷേധിക്കുന്ന സമീപനമാണ് സ്പീക്കർ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഒടുവിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തു പോവുകയും ചെയ്തു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാതലായ മറ്റൊരു ചർച്ചകളുമില്ലാതെ ഒരു ദിവസം കൂടി സഭയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.